സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 50 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ട് തന്നെ ചെയ്യാം. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിനാവശ്യമായ സമയം എത്രയാണ്? 0.8 സെക്കൻഡ്. 0.8 സെക്കൻഡ് ആണ് ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിനാവശ്യമായ സമയം. അടുത്ത ചോദ്യം, കൈരളി കൗതുകം രചിച്ചത് ആര്? കൈരളി കൗതുകം എന്ന കൃതി ആരുടേതാണ്? പണ്ഡിറ്റ് കറുപ്പന്റേതാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് കൈരളി കൗതുകം എന്നത്. കൃതിയുടെ പേര് കൈരളി കൗതുകം. ആരുടേതാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആര്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത്. അബനീന്ദ്രനാഥ ടാഗോർ. അബനീന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്തമായ പെയിന്റിംഗ് ആണ് ഭാരത് മാത എന്നത്. ഈ പെയിന്റിംഗ് അബനീന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്തമായ പെയിന്റിംഗ് ആണ് ഭാരത് മാത എന്നത്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്ത ചോദ്യം, ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യത്തെ എരുമക്കുട്ടി. ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യത്തെ എരുമക്കുട്ടി. സംരൂപ. പേര് സംരൂപ. ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യത്തെ എരുമക്കുട്ടിയാണ് സംരൂപ. നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണമായ പ്രതിഭാസം. നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണമായ പ്രതിഭാസം ഏതാണ്? അപവർത്തനമാണ്. നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണമായ പ്രതിഭാസം ഏതാണ്? അപവർത്തനം. ഒരു വസ്തുവിന്റെ ദൃശ്യാനുഭവം കണ്ണിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥ. ഒരു വസ്തുവിന്റെ ദൃശ്യാനുഭവം കണ്ണിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. വീക്ഷണ സ്ഥിരത എന്താണ്? ഒരു വസ്തുവിന്റെ ദൃശ്യാനുഭവം കണ്ണിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് വീക്ഷണ സ്ഥിരത. ഒരു വസ്തുവിന്റെ ദൃശ്യാനുഭവം കണ്ണിൽ തങ്ങി നിൽക്കുന്ന സമയം എത്രയാണ്? 1/16 സെക്കൻഡ് ആണ്. 1/16 സെക്കൻഡ്. അടുത്ത ചോദ്യം, ഇരുമ്പും കാർബണും ചേർന്നുള്ള ലോഹസങ്കരം. ഇരുമ്പും കാർബണും ഏതാണ്? ഉരുക്കാണ്. ഉരുക്ക് ഏതൊക്കെ ചേർന്ന ലോഹസങ്കരമാണ്? ഇരുമ്പും കാർബണുമാണ്. ഇരുമ്പും കാർബണും ചേർന്ന ലോഹസങ്കരമാണ് ഉരുക്ക്. കൃത്രിമ സിൽക്ക് എന്ന് അറിയപ്പെടുന്നത്. കൃത്രിമ സിൽക്ക് റയോൺ ആണ്. റയോൺ ആണ് കൃത്രിമ സിൽക്ക് എന്ന് അറിയപ്പെടുന്നത്. റയോൺ. കേരള മാർക്സ് എന്നറിയപ്പെട്ടത് ആരാണ്? കേരള മാർക്സ് കെ ദാമോദരനാണ്. കെ ദാമോദരനാണ് കേരള മാർക്സ് എന്ന് അറിയപ്പെട്ടത്. കെ ദാമോദരൻ. മണ്ണിരയുടെ ശ്വസനാവയവം. മണ്ണിരയുടെ ശ്വസനാവയവം ത്വക്കാണ്. മണ്ണിരയുടെ ശ്വസനാവയവം ത്വക്ക്. പാലിന്റെ വെള്ള നിറത്തിന് കാരണമായ വർണ്ണവസ്തു ഏത്? പാലിന്റെ വെള്ള നിറത്തിന് കാരണമായ വർണ്ണവസ്തു ഏതാണ്? കെയ്സിൻ ആണ്. കെയ്സിൻ. പാലിന്റെ വെള്ള നിറത്തിന് കാരണമായ വർണ്ണവസ്തുവാണ് കെയ്സിൻ. ആദ്യമായി കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ഏതാണ്? ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ഏതാണ്? പെൻസിലിൻ ആണ്. പെൻസിലിൻ ആണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആന്റിബയോട്ടിക്. അടുത്ത ചോദ്യം, രക്തത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി ആണ്. ഹെമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഹെമറ്റോളജി.
ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 1979 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായിട്ട് 1979 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഗുരുപാദസ്വാമി കമ്മിറ്റി. ഗുരുപാദസ്വാമി കമ്മിറ്റി. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത്. ഗോപാലകൃഷ്ണ ഗോഖലെ. നാണു ആശാൻ എന്നറിയപ്പെട്ട സുപ്രധാന വ്യക്തി ആരാണ്? നാണു ആശാൻ എന്നറിയപ്പെട്ടത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് നാണു ആശാൻ എന്ന് അറിയപ്പെട്ടത്. ശ്രീനാരായണ ഗുരു. ചിന്തിപ്പിക്കുന്ന കവിതകൾ ആരുടെ രചനയാണ്? ചിന്തിപ്പിക്കുന്ന കവിതകൾ. ചിന്തിപ്പിക്കുന്ന കവിതകൾ ആരുടെ രചനയാണ്? ചിന്തിപ്പിക്കുന്ന കവിതകൾ വേലുക്കുട്ടിയറയനാണ്. വേലുക്കുട്ടിയറയന്റെ രചനയാണ് ചിന്തിപ്പിക്കുന്ന കവിതകൾ എന്നത്. വേലുക്കുട്ടിയറയൻ. തപാൽ വകുപ്പ് ചട്ടമ്പി സ്വാമികളുടെ ചിത്രമടിച്ച സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? തപാൽ വകുപ്പ് ചട്ടമ്പി സ്വാമികളുടെ ചിത്രമടിച്ച സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2014 2014 ഏപ്രിൽ 30 തപാൽ വകുപ്പ് ചട്ടമ്പി സ്വാമികളുടെ ചിത്രമടിച്ച സ്റ്റാമ്പ് പുറത്തിറക്കിയത്. 2014 ഏപ്രിൽ 30. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതി രൂപീകരിച്ചുകൊണ്ട് പാർലമെന്റ് നിയമം പാസാക്കിയത് എന്നാണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതി രൂപീകരിച്ചുകൊണ്ട് പാർലമെന്റ് നിയമം പാസാക്കിയത് 2005 2005 സെപ്റ്റംബറിലാണ്. 2005 സെപ്റ്റംബർ. ലോകസഭയുടെ ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വന്ന ആദ്യത്തെ ജഡ്ജി ആരാണ്? ലോകസഭയുടെ ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വന്ന ആദ്യ ജഡ്ജി വി രാമസ്വാമിയാണ്. വി രാമസ്വാമി. ലോകസഭയുടെ ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വന്ന ആദ്യത്തെ ജഡ്ജിയാണ് വി രാമസ്വാമി. തെക്കേ അമേരിക്കയിൽ നിന്ന് ഒഡീഷ തീരത്തേക്ക് ദേശാടനത്തിനെത്തുന്ന ആമകൾ. തെക്കേ അമേരിക്കയിൽ നിന്ന് ഒഡീഷ തീരത്തേക്ക് ദേശാടനത്തിനെത്തുന്ന ആമകളാണ് ഒലീവ് റിഡ്ലി എന്ന. ഒലീവ് റിഡ്ലി. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളാണ്. ഫോർത്ത് എസ്റ്റേറ്റ് പത്രമാധ്യമങ്ങൾ. പൊതുമാപ്പ് കൊടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത്. പൊതുമാപ്പ് കൊടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 72 ആണ്. പൊതുമാപ്പ് കൊടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 72. ജോബ് ഫോർ മില്യൻസ് ആരുടെ കൃതിയാണ്? ജോബ് ഫോർ മില്യൻസ് എന്നത് ആരുടെ കൃതിയാണ്? വി വി ഗിരി. വി വി ഗിരി. കൃതിയുടെ പേര് ജോബ് ഫോർ മില്യൻസ് എന്നതാണ്. വി വി ഗിരിയുടെ കൃതിയാണ്. പോച്ചമ്പാട് പദ്ധതി ഏത് നദിയിലാണ്? പോച്ചമ്പാട് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഗോദാവരി നദിയിലാണ്. ഗോദാവരി നദിയിലാണ് പോച്ചമ്പാട് പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഗോദാവരി. ബോവർ യുദ്ധത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് നൽകിയ സേവനങ്ങളെ മാനിച്ച് നൽകപ്പെട്ട ബഹുമതി. ബോവർ യുദ്ധത്തിൽ, ഏത് യുദ്ധത്തിലാണ്? ബോവർ യുദ്ധത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് നൽകിയ സേവനങ്ങളെ മാനിച്ച് നൽകപ്പെട്ട ബഹുമതിയാണ് കൈസർ ഇ ഹിന്ദ്. കൈസർ ഇ ഹിന്ദ്. ബോവർ യുദ്ധത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് നൽകിയ സേവനങ്ങളെ മാനിച്ച് നൽകപ്പെട്ട ബഹുമതിയാണ് കൈസർ ഇ ഹിന്ദ്. ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി. ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് നരസിംഹറാവു. നരസിംഹറാവു. തുളു ഉൾപ്പെടുന്ന ഭാഷാ ഗോത്രം ഏതാണ്? തുളു ഉൾപ്പെടുന്ന ഭാഷാ ഗോത്രം.
ദ്രാവിഡ ഭാഷാ ഗോത്രമാണ്. തുളു ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു? ദ്രാവിഡ ഭാഷാ ഗോത്രം. ജനസംഖ്യാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ജനസംഖ്യാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് തോമസ് മാൽത്തൂസ് ആണ്. തോമസ് മാൽത്തൂസ്. ജനസംഖ്യാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? തോമസ് മാൽത്തൂസ്. തിരുക്കുറൾ രചിച്ചത് ആരാണ്? തിരുക്കുറൾ രചിച്ചത് തിരുവള്ളുവർ ആണ്. തിരുക്കുറൾ രചിച്ചത് ആരാണ്? തിരുവള്ളുവർ. തമിഴിലെ ഏറ്റവും പഴയ വ്യാകരണ ഗ്രന്ഥം. തമിഴിലെ ഏറ്റവും പഴയ വ്യാകരണ ഗ്രന്ഥമാണ് തോൽക്കാപ്പിയം. വ്യാകരണ ഗ്രന്ഥം. തമിഴിലെ ഏറ്റവും പഴയ വ്യാകരണ ഗ്രന്ഥമാണ് തോൽക്കാപ്പിയം. ദ ബ്രോക്കൺ വിങ്സ് രചിച്ചത് ആരാണ്? ദ ബ്രോക്കൺ വിങ്സ് സരോജിനി നായിഡുവാണ്. സരോജിനി നായിഡു. ദ ബ്രോക്കൺ വിങ്സ് രചിച്ചത് ആരാണ്? സരോജിനി നായിഡു. ദ ബ്രോക്കൺ വിങ് സോങ്സ് ഓഫ് ലവ്, ഡെത്ത് ആൻഡ് ഡെസ്റ്റിനി 1915 to 1916. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവത്കൃതമായ വർഷം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവത്കൃതമായ വർഷം 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവത്കൃതമായത് 1993. കോവൻ പുത്തൂർ എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന നഗരം. കോവൻ പുത്തൂർ എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ. കോൺഗ്രസുമായി പുനൈ ഉടമ്പടിയിൽ ഏർപ്പെട്ട നേതാവ്. കോൺഗ്രസുമായിട്ട് പുനൈ ഉടമ്പടിയിൽ ഏർപ്പെട്ടത് BR അംബേദ്കർ ആണ്. BR അംബേദ്കർ. കോൺഗ്രസുമായിട്ട് പുനൈ ഉടമ്പടിയിൽ ഏർപ്പെട്ട നേതാവ് ആരാണ്? BR അംബേദ്കർ. കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച വർഷം. കേരളത്തിൽ ലോട്ടറി ആരംഭിച്ചത് 1967 1967 കേരളത്തിൽ ലോട്ടറി ആരംഭിച്ചത്. കേരളത്തിൽ കൂറുമാറ്റ നിരോധന നിയമത്തിലൂടെ അംഗത്വം നഷ്ടപ്പെട്ട ആദ്യത്തെ MLA. കേരളത്തിൽ കൂറുമാറ്റ നിരോധന നിയമത്തിലൂടെ അംഗത്വം നഷ്ടപ്പെട്ട ആദ്യത്തെ MLA ആണ് R. ബാലകൃഷ്ണപിള്ള. R. ബാലകൃഷ്ണപിള്ള. കേരളത്തിൽ ഗ്ലാസ് നിർമ്മാണത്തിന് പറ്റിയ വെളുത്ത മണൽ ലഭിക്കുന്ന സ്ഥലം. കേരളത്തിൽ ഗ്ലാസ് നിർമ്മാണത്തിന് പറ്റിയ വെളുത്ത മണൽ ലഭിക്കുന്ന സ്ഥലം ആലപ്പുഴയാണ്. ആലപ്പുഴ. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. വോയിസ് ഓഫ് ഇന്ത്യ രചിച്ചത്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ രചിച്ചത് ആരാണ്? ദാദാബായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. ജനങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനായി ആനന്ദ് വിഭാഗ് എന്ന പേരിൽ ഒരു വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം. ജനങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ആനന്ദ് വിഭാഗ് എന്ന പേരിൽ ഒരു വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ്. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ്. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഡോപ്സൺ യൂണിറ്റ് ആണ്. ഡോപ്സൺ യൂണിറ്റ്. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്നതിനുള്ള യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏതാണ്? പക്ഷി കാക്കയാണ്. കാക്ക. കേരളത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അടിത്തറ ഉലച്ച വിപ്ലവം. കേരളത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അടിത്തറ ഉലച്ച വിപ്ലവം പഴശ്ശി വിപ്ലവമാണ്. കേരളത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അടിത്തറ ഉലച്ച വിപ്ലവമാണ് പഴശ്ശി വിപ്ലവം. കേരളത്തിൽ നിയമസഭാംഗമല്ലാതെ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി. കേരളത്തിൽ നിയമസഭാംഗമല്ലാതെ മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് C. അച്യുതമേനോൻ. C. അച്യുതമേനോൻ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 1975 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. 1975 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം ഏതാണ്? 1975. കേരള പോലീസ് അക്കാദമി എവിടെയാണ്? പോലീസ് അക്കാദമി എവിടെയാണ്? രാമവർമ്മപുരത്താണ്. തൃശൂർ ജില്ലയില് രാമവർമ്മപുരത്താണ് കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ ജില്ലയിലെ രാമവർമ്മപുരം.
കേരള സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ആർക്കിടെക്ട്. കേരള സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ആർക്കിടെക്ട് വില്യം ബാർട്ടർ. വില്യം ബാർട്ടർ. കേരള സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ആർക്കിടെക്ട് ആരാണ്? വില്യം ബാർട്ടർ. അവസാനത്തെ ചോദ്യമാണ് കേരള സർവകലാശാലയുടെ ആസ്ഥാനം. കേരള സർവകലാശാലയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സർവകലാശാലയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്